ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യാത്രയ്ക്ക് GPS വളരെ സഹായകമാണ്. GPS വഴി പറഞ്ഞു തരും. വഴി തെറ്റിയാൽ ക്ഷമാപൂർവം റീകാൽക്കുലേറ്റ് ചെയ്ത് ശരിയായ വഴിയിലേക്ക് നമ്മെ തിരിച്ചു കൊണ്ടുപോകും. ഒരു നല്ല ക്രിസ്തീയ പിതാവും അതുപോലെയാണ്. മക്കളുടെ ജീവിതത്തിലെ ഓരോ തീരുമാനവും നിയന്ത്രിക്കുന്ന ഒരാളാകാനല്ല ദൈവം പിതാവിനെ വിളിച്ചിരിക്കുന്നത്. മറിച്ച് വഴിയറിയാതെ ആശയക്കുഴപ്പത്തിൽ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ വഴിയിലേക്ക് അവരെ നയിക്കുന്ന ഒരു ഗോഡ്സ് പൊസിഷനിങ് സിസ്റ്റം ആകാനാണ്. ഇന്നത്തെ ലോകം സാങ്കേതിക വിദ്യയിൽ വളരെയേറെ മുന്നേറിയിരിക്കുകയാണ്. കുട്ടികൾക്ക് സ്മാർട്ട് ഫോണും ഇൻ്റർനെറ്റും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഉണ്ട്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവർക്ക് നല്ല അറിവുണ്ട്. എന്നാൽ ജീവിതത്തിൻ്റെ ദിശ കാണിച്ചു തരാൻ ഒരിക്കലും ഗൂഗിൾ മാപ്പിന് കഴിയില്ല. ഏത് ജോലി തിരഞ്ഞെടുക്കണം, ഏത് സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കണം, എങ്ങനെയാണ് നല്ല മനുഷ്യരായി ജീവിക്കുന്നത്, നിത്യതയ്ക്ക് വേണ്ടി എങ്ങനെയാണ് ഒരുങ്ങുവാൻ കഴിയുക എന്നൊക്കെയുള്ള മക്കളുടെ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ദൈവഭക്തനായ പിതാവിൻ്റെ ജീവിത സാക്ഷ്യമായിരിക്കും. ഒരു നല്ല പിതാവ് മക്കൾക്ക് സമ്പത്ത് മാത്രമല്ല, ദിശാബോധവും കൊടുക്കുന്നവനാണ്. വീട് പണിയുന്നവൻ മാത്രമല്ല, സ്വഭാവം പണിയുന്നവനുമാണ്. പഠിപ്പിക്കുന്നവനേക്കാൾ മാതൃക കാണിക്കുന്നവനാണ്. GPS പ്രവർത്തിക്കാൻ അത് ഉപഗ്രഹവുമായി എപ്പോഴും ബന്ധിക്കപ്പെട്ടിരിക്കണം. അതുപോലെ ഒരു പിതാവിന് ദൈവവുമായി ആത്മബന്ധമില്ലെങ്കിൽ കുടുംബത്തിന് നേർവഴി കാണിക്കുവാൻ കഴിയില്ല. പ്രാർത്ഥിക്കുന്ന പിതാവ്, ദൈവവചനം വായിക്കുന്ന പിതാവ്, തൻ്റെ തെറ്റുകൾ സമ്മതിക്കുന്ന പിതാവ്, സ്നേഹിക്കുന്ന പിതാവ്, അവനാണ് യഥാർത്ഥ കുടുംബത്തിൻ്റെ GPS. മക്കളുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ കൊടുക്കുന്നതിലും വലിയ കാര്യം അവരുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വഴിയൊരുക്കുന്നതാണ്. ഈ ഫാദേഴ്സ് ഡേയിൽ എല്ലാ അപ്പന്മാരും മുൻഗണന കൊടുത്ത് നിർവഹിക്കേണ്ട നിയോഗമാണ് ഇത്. ലോകത്തിൻ്റെ GPS നമ്മെ ഭൂമിയിലെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കും. എന്നാൽ ദൈവത്തിൻ്റെ GPSന് മാത്രമേ എറ്റേണൽ ഡെസ്റ്റിനേഷനിൽ വഴിതെറ്റാതെ തിരുവചനത്തിൻ്റെ വഴിയിലൂടെ സുരക്ഷിതമായി എത്തിക്കുവാൻ കഴിയുകയുള്ളൂ. അത് വഴി നടത്തുന്നവനും ആശ്വാസപ്രദനുമായ പരിശുദ്ധാത്മാവാണ്. ഒരിക്കൽ മക്കൾ പിതാവിൻ്റെ കൈ പിടിച്ച് നടക്കും. പിന്നീട് അവർ തനിയെ സ്വന്തം വഴികളിലൂടെ നടക്കുവാൻ തുടങ്ങും. എന്നാൽ അവർ ജീവിതത്തിൻ്റെ നാൽക്കവലകളിലെത്തുമ്പോൾ അവരുടെ മനസ്സിൽ തെളിയുന്നത് പിതാവിൻ്റെയും
മാതാവിൻ്റെയും വാക്കുകളും പ്രാർത്ഥനകളും മാതൃകയും ആയിരിക്കും. വേഗതയേറിയ ഈ ഡിജിറ്റൽ യുഗത്തിൽ കുട്ടികൾക്ക് അറിവ് നേടാൻ സയൻസും ടെക്നോളജിയും ഒരുക്കുന്ന സംവിധാനങ്ങൾ അനവധിയാണ്. എന്നാൽ ക്രൈസ്തവ മൂല്യങ്ങൾ പഠിപ്പിക്കാനും ദൈവഭയം പകർന്നുകൊടുക്കാനും ശരിയും തെറ്റും തിരിച്ചറിയാൻ സഹായിക്കാനും തളർന്നു പോകുമ്പോൾ വീണ്ടും എഴുന്നേൽക്കാൻ ധൈര്യം പകരാനും ദൈവം നിയോഗിച്ചിരിക്കുന്നത് മാതാപിതാക്കളെയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഈ കാലത്ത് മക്കൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് ഡിവൈൻ ഇന്റലിജൻസിൽ ജീവിക്കുന്ന മാതാപിതാക്കളാണ്. അത്തരം മാതാപിതാക്കളെ ലഭിക്കുന്ന മക്കൾ അനുഗ്രഹീതരാണ്. അനുഗ്രഹകരമായി പൈതൃക നിയോഗം പൂർത്തിയാക്കി നിത്യതയിലേക്ക് യാത്രയായ എല്ലാ പിതാക്കന്മാർക്കും സ്നേഹപ്രണാമം. വിശ്വാസം പകർന്നുകൊടുത്തും മൂല്യങ്ങൾ പഠിപ്പിച്ചും കഠിനാധ്വാനം ചെയ്തും മക്കളെ നെഞ്ചിലേറ്റി കർത്തൃസന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചും തലമുറകളെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ അപ്പന്മാർക്കും ഫാദേഴ്സ് ഡേ ആശംസകൾ. ദൈവമേൽപ്പിച്ചിരിക്കുന്ന വളരെ ഉത്തരവാദിത്തപ്പെട്ടതും വെല്ലുവിളികൾ നിറഞ്ഞതുമായ കുടുംബനിയോഗങ്ങൾ അനുഗ്രഹകരമായി നിറവേറ്റാൻ എല്ലാ മാതാപിതാക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ, ശക്തരാക്കട്ടെ. ശുഭാശംസകളോടെ എ. പി. ജോർജ് അച്ഛൻ.